ഹായ്. ഇപ്പം ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ വീഡിയോ ക്രിയേഷൻ തുടങ്ങണമെന്ന് തീരുമാനിച്ച ആ മൊമെൻറ്റ് മുതൽ ആ ടൈം മുതൽ പിന്നെ ഫുൾ ടൈം ഞാൻ ഇതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം ഉണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നു. പിന്നെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കണം, എന്ത് കണ്ടന്റ് ഇടണം, എന്ത് ഐഡിയ, എങ്ങനെ കണ്ടന്റ് ഇടണം, ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുക, അങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് മനസ്സിലാവുക, അങ്ങനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഫുഡ് കഴിക്കുമ്പോൾ, കുടിക്കുമ്പോൾ, ഇങ്ങനെ ഫുൾ ടൈം ഇതില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആൾക്കാരെന്താണ് വിചാരിക്കുക, ആരാണ് റിയാക്ട് ചെയ്യുക, ആർക്കെങ്കിലും മനസ്സിലാവുമോ, ഇങ്ങനെ കണ്ടന്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, ഓരോ ഐഡിയാസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം, എന്താണ് ഇതിൻ്റെ റീസൺ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഐഡിയ, പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഞാനെന്ന് വിചാരിക്കുക, ഇതാണ് ഞാൻ ജസ്റ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇതാണ് എൻ്റെ ബ്രെയിനെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ്. ഓക്കെ, എൻ്റെ ബ്രെയിനിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 സാധനങ്ങളുണ്ട് ഓൾറെഡി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, 3 സംഭവമുണ്ട്. ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ, ഈ വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ച ആ മൊമെൻറ്റിൽ പുതിയൊരു സംഭവം എൻ്റെ ബ്രെയിനിൽ എൻ്റർ ആവുകയാണ്. പുതിയൊരു സംഭവം ഡി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷേ ഈ ഡിക്ക് ബാക്കിയുള്ളതിന് മുമ്പുള്ള സംഭവം നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി എന്ന് പറഞ്ഞ സാധനം, കണ്ടന്റ് ക്രിയേഷൻ, ഈ വീഡിയോ ചെയ്യൽ, എനിക്ക് പേഴ്സണലി അത്രക്കും എൻ്റെ ലൈഫിൽ അത്ര വലിയൊരു കാര്യമാണ്. ഞാൻ അതുവരെ ചെയ്തതിൽ വെച്ചിട്ടും എനിക്കിപ്പോഴും വലിയൊരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി വാല്യൂ ഉള്ളൊരു സംഭവമാണ് ഈ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാല്യൂ ഉള്ളൊരു സംഭവം ആവുമ്പോൾ ബ്രെയിന് ഈ സാധനം ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് ബ്രെയിൻ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഫ്രീ ടൈം ഉണ്ടോ ബ്രെയിനിന്, എപ്പോഴൊക്കെ ഫ്രീ ടൈം ഉണ്ട് അപ്പോഴൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബ്രെയിൻ എപ്പോഴൊക്കെ ഫ്രീ ടൈം ഉണ്ട് അപ്പോഴൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ബ്രെയിൻ ഇതിനെങ്ങനെയാണ് കാണുന്നത്, എനിക്ക് ഇമോഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണുന്ന പോലെ ബ്രെയിനും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബ്രെയിനും ആ സാധനത്തിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് കാണുന്നത്, ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിൻ എപ്പോഴൊക്കെ ടൈമുണ്ട് അപ്പോഴൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലെവൽ ഓഫ് ഫോക്കസ് റോഡിൽ വേണം, ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും ഇതിനെ പറ്റിയുള്ള ഐഡിയാസും, ആൾക്കാർ എങ്ങനെ വീഡിയോ ചെയ്യുക, അത് ചെയ്യുക, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഫുഡ് കഴിക്കുമ്പോൾ അപ്പോഴിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ പണി ചെയ്യുമ്പോഴാണ്, എങ്ങനെയെങ്കിലും വെറുതെ ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സിമ്പിൾ ഐഡിയ മനസ്സിലായാന്ന് എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഈ വീഡിയോ എടുക്കുക അത് ആണ് അല്ലേ. അപ്പോൾ പക്ഷെ വേറൊരാൾക്ക് എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ആവാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ആളുടെ ലൈഫിലൊരു സംഭവം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് എന്തും ആവാം, എന്തുവാണെങ്കിലും ആവാം. ആ ആക്ടിവിറ്റി ആ ആൾക്ക് പേഴ്സണലി ഇമോഷണലി ഭയങ്കരമായിട്ട് വാല്യൂ ഉള്ളതാണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു സംഭവം ആ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അതിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും, അതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിലുണ്ടാകുന്ന സന്തോഷം, അതിലുള്ള വിഷമം ഒക്കെ ഇങ്ങനെ പിന്നെയും പിന്നെയും ചിന്തിച്ചു കൊണ്ടേയിരിക്കും. വേറെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതുതായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ഒരാൾ തുടങ്ങിയെന്ന് വെച്ചു. അപ്പോൾ ആ ആൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോൾ ആ ആൾക്ക് ആ ബിസിനസ്സിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടാവും, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. കാരണം അയാൾ സ്വന്തമായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണെന്ന് വെച്ചു. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ പിന്നാലെ ഫുൾ ടൈം അല്ലേ,
ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചില്ലറ പരിപാടിയല്ല. അപ്പോൾ ഫുൾ ടൈം അതിനെ പറ്റിയിട്ട് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനെ പറ്റിയിട്ട് ആൾ ടൈമിൽ ഫുൾ ടൈം അതിനെ പറ്റി ചിന്തിക്കും. അതുപോലെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ, അവരൊരു മാച്ച് കളിച്ചാൽ ഒരു കളി കളിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കളീനെ കുറിച്ചിട്ട് ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ആ കളിയിൽ അടിച്ച ഗോള്, ആ കളിയിൽ നടത്തിയ മിസ്റ്റേക്ക്, എങ്ങനെ അടിച്ചാലായിരുന്നു ഗോളാവുക, അതുപോലെ ആ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അടിച്ച ആ 6, അതുപോലെ എറിഞ്ഞു വീഴ്ത്തിയ വിക്കറ്റ്, അതുപോലെ അടിപൊളി ഒരു ക്യാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാച്ച് ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്താണ് ആക്ടിവിറ്റി അത് ആൾക്ക് പേഴ്സണലി അത് ആളുടെ സംഭവമാണ്. ഓരോരുത്തർക്കും ഓരോ സംഭവമാണ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റി എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ആ സംഭവം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്. അത്രേ ഉള്ളൂ ഈ വീഡിയോ. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.